നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കൊളംബിയക്കെതിരെ ബ്രസീൽ വിജയിച്ച് കയറുമ്പോൾ 7 സബ്സ്റ്റിറ്റ്യൂഷനുകൾ ബ്രസീൽ നടത്തി. ഇതെങ്ങനെ സാധിക്കും? കാരണം 5 സബ്സ്റ്റിറ്റ്യൂഷനുകളാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു കളിയിലുള്ളത്. കോവിഡിൻ്റെ സമയത്ത് അത് 5 ആക്കിയതാണ്. അതിന് മുമ്പ് വരെ 3 ആയിരുന്നു, നമുക്കറിയാമല്ലോ. പിന്നെ അത് 5 ആക്കി, അതങ്ങ് തുടർന്നു. പക്ഷേ ഈ കളിയിൽ എങ്ങനെ 7 സബ്സ്റ്റിറ്റ്യൂഷനുകൾ? ആലിസന് കൺകഷൻ ഉണ്ടായി, ശരിയാണ്, അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചു. അപ്പോൾ 6 എണ്ണമല്ലേ വേണ്ടത്? എങ്ങനെ 7 സബ്സ്റ്റിറ്റ്യൂഷനുകൾ ബ്രസീലിന് ചെയ്യാൻ പറ്റി? അതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഇപ്പോൾ നോക്കുക, ബ്രസീലിൽ ജോലിൻറ്റിനെ മാറ്റി ഗേഴ്സിനെ ഇറക്കി 28-ാമത്തെ മിനിറ്റിൽ പരിക്ക് പറ്റിയിട്ട് മാറ്റം വരുത്തി. 60-ാമത്തെ മിനിറ്റിൽ ജാവോ പെഡ്രോയ്ക്ക് പകരം മാത്യാസ് കുഞ്ഞ വന്നു. 77-ാമത്തെ മിനിറ്റിലാണ് പരിക്കേറ്റ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന രൂപത്തിൽ ആലിസിന് പകരം ബെൻഡോ വരുന്നത്. പിന്നെ റോഡ്രിഗോക്ക് പകരം സാവിഞ്ഞോ 78-ാമത്തെ മിനിറ്റിൽ, ആൻഡ്രേ ബ്രൂണോ ഗുയിമാറസിന് പകരം വരുന്നു. 79-ാമത്തെ മിനിറ്റിൽ വാൻഡേഴ്സിന് പകരം വെസ്ലിയും വരുന്നു. സോ 6 സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ ആയി. അതായത് ആലിസന് കൺകഷൻ സബ് വന്നെങ്കിൽ 6 സബ്സ്റ്റിറ്റ്യൂഷൻ, അതും കൂടി ചേർത്ത് 6 സബ്സ്റ്റിറ്റ്യൂഷനായി. പിന്നെ എങ്ങനെയാണ് കളിയുടെ അവസാന ഘട്ടത്തിൽ വിനി ജൂനിയറെ മാറ്റിയിട്ട് ലിയോ ഓർട്ടീസിനെ ഇറക്കാൻ പറ്റിയത് കോച്ചിന്? അതൊരു തർക്കമാണ്, ചില ആളുകൾ അത്തരത്തിൽ ഉന്നയിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് റൂള് അനുവദിക്കുന്ന കാര്യമാണ്. കൺകഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം നോക്കുക. ആ റൂളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഒരു താരത്തെ കൺകഷൻ കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ ഓപ്പണന്റ് ടീമിനും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അധികം ചെയ്യാം. അത് കാര്യങ്ങൾ ഫെയർ ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതായത് ഫിഫയുടെ കൺകഷൻ പ്രോട്ടോക്കോൾ അനുസരിച്ച് when a team uses a concussion substitution, the opposing team also receives one in order to make it fair, because regardless of the concussion, a fresh player is still coming on. അതാണ്. അപ്പോൾ ഒരു ടീമിന് കൺകഷൻ വന്നിട്ട് ആ താരത്തെ മാറ്റി അടുത്ത താരത്തെ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒരു ഫ്രഷ് പ്ലെയർ അവിടെ അധികം വരികയാണ്. അപ്പോൾ എതിർ ടീമിന് അത് ഫെയർ ആവാൻ വേണ്ടി എതിർ ടീമിനും ഒരു അഡീഷണൽ സബ്സ്റ്റിറ്റ്യൂഷനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അത് ആ ടീമിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാം. അപ്പോൾ മറുഭാഗത്ത് ഇപ്പം 6 എണ്ണം സ്വാഭാവികമാണ്, കാരണം 5 സബ്സ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി ഉണ്ട്. ആലിസൺ ബക്കർക്ക് പകരം ഒരാളെ കൂടി കൺകഷൻ സബ്ബായിട്ട് വന്നു, അപ്പോൾ 6. അപ്പം മറുഭാഗത്ത് ഇപ്പോൾ സാഞ്ചസിന് പരിക്ക് പറ്റി, ഡേവിൻസൺ സാഞ്ചസിന് പരിക്ക് പറ്റി, അയാൾ കൺകഷനായിട്ട് പുറത്തേക്ക് പോകുന്നു. പകരം അവർ കാർലോസ് ക്യോസ്റ്റയെ കളിക്കളത്തിലേക്ക് ഇറക്കി. അപ്പോൾ അതിന് പകരമായിട്ട് ബ്രസീലിന് കിട്ടിയ അഡീഷണൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയത്. ഇത് കളിക്ക് ശേഷം കൃത്യമായിട്ട് ബ്രസീലിൻ്റെ കോച്ച് ഡൊറിവാൾ ജൂനിയർ പറയുന്നുമുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടായപ്പോൾ ആദ്യം 4th ഒഫീഷ്യലിനോട് ആ കാര്യം കൺസൾട്ട് ചെയ്തു. അദ്ദേഹം കൺഫേം ചെയ്തു, ശരിയാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ച് അവസാന ഘട്ടത്തിൽ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗപ്പെടുത്തി എന്നുകൂടി ഇപ്പോൾ ഡൊറിവാൾ ജൂനിയറും കൺഫേം ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.